ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 5ാമത്തെ പാഠഭാഗമായിട്ടുള്ള നമ്മുടെ ഭൂമി എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓണം എക്സാമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയ പാഠഭാഗം നോക്കുകയാണ്. അപ്പോൾ 5ാമത്തെ പാഠം നമ്മുടെ ഭൂമി. ഞാൻ ഭൂമി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിൽ ഉണ്ടായത്. സൗരയൂഥ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്നറിയാമല്ലോ. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. സൗരയൂഥങ്ങളിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ടെങ്കിലും ഭൂമിയിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ്, അങ്ങനെ എല്ലാം. ഭൂമിയുടെ ആത്മകഥം വായിച്ചല്ലോ. അപ്പോൾ താഴെ തന്നിട്ടുള്ളത് ഭൂമി പറയുന്ന ഒരു ആത്മകഥമാണ്. ഞാനതാണ്, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നതാണല്ലേ. ഇനി പുഴകളും മലകളും താഴ്വരകളും സമതലങ്ങളും ഒക്കെയായി ഭൂമിയുടെ ഉപരിതലം എത്ര മനോഹരമാണ്. എന്നാൽ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് നമുക്കറിയോ? ഇല്ല. പുറമേ കാണുന്ന ഭംഗി മാത്രമേ നമുക്കറിയുകയുള്ളൂ അല്ലേ. ഭൂമിയുടെ ഉള്ളറ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. അപ്പോൾ എന്താണ് കൂട്ടുകാരെ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നത്? ഭൂമിയെക്കുറിച്ചിട്ടും ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചിട്ടുമാണല്ലേ. ഉള്ളറകളിലേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുന്നത് അല്ലേ. അപ്പോൾ കൂട്ടുകാരൊന്ന് ചിന്തിച്ച് നോക്കുക. 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ചൂടുണ്ടാകുമെന്നൊന്ന് ചിന്തിച്ച് നോക്കുക. 5500 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? ഇല്ല അല്ലേ. നിങ്ങൾ ഖനികൾ എന്ന് കേട്ടിട്ടുണ്ടോ? അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എത്ര കിലോമീറ്റർ ആണെന്നറിയാമോ? ഏകദേശം 12 കിലോമീറ്റർ ആണ്. അത്രത്തോളം ദൂരം പോലും മനുഷ്യർ ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. ഏകദേശം 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക എന്നത് സാധ്യമാണോ? അല്ല. കാരണം എന്താണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ഒന്നും മനുഷ്യന് താങ്ങാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് ഒരിക്കലും അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. അതുമാത്രമല്ല 6371 കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ മാത്രമേ നമ്മൾ അവിടെ എത്തുകയുള്ളൂ. അതും മനുഷ്യന് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? എങ്ങനെയായിരിക്കും കൂട്ടുകാരെ? നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? 1. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, അതുപോലെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, കൂടാതെ ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഭൂമിയുടെ ഉള്ളറയിലെ അവസ്ഥ മനസ്സിലാക്കാനും അതിൻ്റെ സവിശേഷത മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത്. ഇനി അടുത്തത് ഭൂമിയുടെ ഘടനയെക്കുറിച്ചുള്ള ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന ഭാഗമാണ് ആ പാളിയെ നമ്മൾ ഭൂവൽക്കം എന്ന് പറയുന്നു. അതിന് തൊട്ട് താഴെയുള്ളത് മാന്റില്, പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ പുറക്കാമ്പ്, പിന്നെ ഏറ്റവും ഉള്ളിലുള്ളത് അകക്കാമ്പ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാരത് പഠിച്ചു വെക്കുക. ഭൂവൽക്കം, മാന്റില്, പുറക്കാമ്പ്, അകക്കാമ്പ്. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്തൊക്കെയാണ്? ഈ പാളികളെ കുറിച്ച് നമുക്ക് മനസ്സിലായി അല്ലേ. നിങ്ങളുടെ കണ്ടെത്തൽ ചുവടെ രേഖപ്പെടുത്തൂ. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഭൂമിയുടെ വിവിധ പാളികൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. നൽകിയിട്ടുള്ള ചിത്രം 5.3 നിരീക്ഷിച്ചും വിശദീകരണം വായിച്ചും ഭൂമിയുടെ ഉള്ളറയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ കുറിപ്പൊന്ന് എഴുതി നോക്കാം. ഭൂമിയുടെ ഉള്ളറ വളരെ ചൂട് കൂടിയ അവസ്ഥയിലാണുള്ളത്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച 12 കിലോമീറ്റർ ആണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്നും, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരണങ്ങളിൽ നിന്നും, ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം
വിശകലനം ചെയ്യുന്നതിൽ നിന്നുമാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു. ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. അതിന് തൊട്ടു താഴെ മാന്റില്, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ പാളികളായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് ഒരു കുറിപ്പ് പോലെ എഴുതാവുന്നതാണ്. ഇനി അടുത്തത് നോക്കൂ, ഭൂവൽക്കം, മാന്റില്, അതുപോലെ തന്നെ കാമ്പ്, ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളാണ് തന്നിട്ടുള്ളത്. ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഭൂവൽക്കം, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. അടുത്തത് നമുക്ക് മാന്റിൽ നോക്കാം. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാന്റിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഭൂവൽക്കവും മാന്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് നമ്മൾ ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപർവ്വതങ്ങൾ ഉരുകി അഥവാ മാഗ്ന ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിലാണ് ഉള്ളത്. ഇത് കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ് കാണുന്നത്. അടുത്തത് കാമ്പാണ് അഥവാ കോറ്. മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് എന്ന് പറയുന്നത്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രാവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായിട്ടും നിക്കല്, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. ഓക്കെ, കാമ്പിൻ്റെ മറ്റൊരു പേര് ചോദിക്കാറുണ്ട്, നിഫെ എന്നുള്ളതാണ്. അകക്കാമ്പിലെ ചൂട് എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ഭാഗങ്ങളും നോക്കി, അതിൻ്റെ പ്രത്യേകതകളും നോക്കി. ഇനി അടുത്തതായിട്ട് ഭൗമാന്തർഭാഗത്തെ ഓരോ പാളിയുടെയും സവിശേഷതകൾ ഉൾപ്പെടുത്തി തന്നിരിക്കുന്ന ആശയഭൂപടം പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഭൂമിയുടെ ഘടന, സവിശേഷതകൾ എന്ന് തന്നിട്ടുണ്ട്. ഭൂവൽക്കം നമ്മൾ പറഞ്ഞു ഏറ്റവും പുറമേയുള്ള ഭാഗമാണെന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് എന്തൊക്കെ എഴുതാം, നേർത്ത പാളിയാണ്. അതുപോലെ ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമായ പാളിയാണ്. ഇനി അടുത്തത് മാന്റിലാണ്. ഭൂവൽക്കത്തിന് താഴെ 2900 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ്. അതുപോലെ കനമുള്ള ഭാഗമാണിത്. ഭൂവൽക്കവും മാന്റിലിന് ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് നമ്മൾ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാം. അടുത്തത് കാമ്പാണ്, നിഫെ എന്നറിയപ്പെടുന്നു. അതുപോലെ പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ ഭാഗങ്ങൾ ഉണ്ട്. നിക്കല്, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണിത്. അപ്പോൾ ഇതൊക്കെ ഈ 2 പ്രത്യേകതകളാണ് ഇവിടെ മിസ്സായിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ആ മേലെയുള്ള ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ മനസ്സിലാവും. അതിൽ നിന്നും എടുത്തെഴുതേണ്ടതാണ്. ഓക്കെ, ഇനി ഭൂമിയുടെ ഉള്ളറയുടെ ഓരോ പാളിയുടെയും സവിശേഷതകൾ പട്ടികയിൽ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവയുടെ നേരെ ഇതേപോലെ സ്മൈലിയും എന്നും തെറ്റായവയുടെ നേരെ ഈ ഒരു സ്മൈലിയുമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരിയെന്ന് പറയാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗമാണ് ഭൂവൽക്കം, അത് ശരിയാണ്. ഇനി ഭൂവൽക്കവും മാന്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം, അതും ശരിയാണ്. ശിലാമണ്ഡലങ്ങൾ മാഗ്മ ഉരുകി അർദ്ധദ്രാവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്, അതും ശരിയാണ്. ഇനി പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണെന്ന് പറയുന്നുണ്ട്, അതും ശരിയാണ്. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിവ ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങളാണെന്ന് പറയുന്നു, അതും ശരിയാണ്. കാമ്പിന് നിഫെ എന്നും പേരുണ്ട്, അതും ശരിയാണ്. അഥവാ ഇവിടെ തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നർത്ഥം. ഇനി ഒരു ചാർട്ടിൽ ഭൂമിയുടെ ഘടന ചിത്രീകരിച്ച് ഓരോ പാളിക്കും പ്രത്യേകം നിറം നൽകി സവിശേഷത എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ ഒന്ന് ചെയ്ത് നോക്കാം. നേരത്തെ ഉള്ള ആ ഒരു ചിത്രം തന്നെയാണ്, അതേപോലെ നിങ്ങൾ വരയ്ക്കുകയോ അല്ലെങ്കിൽ ഉണ്ടാക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അതുപോലെ സവിശേഷതകൾ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. ഇനി ഭൂമിയുടെ ഉള്ളറ വിശേഷങ്ങൾ എന്ന ശീർഷകത്തിൽ അധിക വിവരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി നോട്ട് പുസ്തകത്തിൽ കുറിപ്പുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മേലെ കൊടുത്തിട്ടുണ്ട് ഭൂമിയുടെ ഉള്ളറ വിശേഷങ്ങൾ എന്ന് പറയുന്നത്, ഉള്ളറയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ 3 കാമ്പുകളെ കുറിച്ച് അല്ലെ 3 പാളികളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്, അതും എഴുതാം. അതുകൂടാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാം. ഭൂവൽക്കം. ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തെ സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കത്തെ സീമ എന്നും വിശേഷിപ്പിക്കുന്നു.
സിലിക്കൺ, അലുമിനിയം എന്നിവ ധാരാളമുള്ള ശിലകളാൽ നിർമ്മിതമാണ്. എന്നാൽ സീമ സിലിക്കണും മഗ്നീഷ്യവും കൂടുതലുള്ള ശിലകളാണ്. ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തിന് മറ്റു ഭൂവൽക്കത്തേക്കാൾ കനമുണ്ട്. 30 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ കനം ഉണ്ടായിരിക്കും. എന്നാൽ ഭൂവൽക്കത്തിൻ്റെ ശരാശരി കനം എന്ന് പറയുന്നത് 7 കിലോമീറ്റർ ആണ്. അടുത്തത് മാന്റിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമായ ഭാഗമാണ് മാന്റിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ശിലാമണ്ഡലം, അസ്തനോസ്ഫിയർ എന്നിവ ഇതിൻ്റെ ഭാഗങ്ങളാണ്. താരതമ്യേന കനം കൂടിയ ഭാഗമാണ്. അടുത്തത് കാമ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാമ്പിന് 2 ഭാഗങ്ങളുണ്ടെന്ന് കരുതുന്നു. ദ്രാവകാവസ്ഥയിലുള്ള ബാഹ്യഭാഗവും ഖരാവസ്ഥയിലുള്ള ആന്തരിക കാമ്പും. ഓക്കെ, ഇനി കാമ്പ് ശിലകൾ കൊണ്ടല്ല മറിച്ച് ലോഹം കൊണ്ട് രൂപപ്പെട്ടതാണ്. മുഖ്യ ലോഹം ഇരുമ്പും ചെറിയ അളവിൽ സിലിക്കണും സൾഫറും നിക്കലും ചേർന്നതുണ്ട്. നിക്കലിന് ഇരുമ്പിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ട് ഇരുമ്പും നിക്കലും ചേർന്നുണ്ടായ കാമ്പിന് ആവശ്യത്തിലധികം സാന്ദ്രത ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ എഴുതാൻ പറ്റുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ എഴുതാം, അതിൽ പറയാത്ത കാര്യങ്ങൾ ഇതിലുണ്ട്, അതും കൂടെ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. ഇനി ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള പ്രാഥമികമായ വസ്തുതകൾ ബോധ്യമായല്ലോ. ഇനി ഭൂമിയെ ആവരണം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ചില വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭൂമിയുടെ അന്തരീക്ഷം എന്താണെന്ന് നോക്കാം. ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷവും മാറിയത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് മാറിയത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൂമി. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്ത ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വരികയാണ് ചെയ്തത്. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണമുണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജന്, ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്നും അവ എത്ര അളവിൽ കാണപ്പെടുന്നുവെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണ്, എത്ര അളവിലൊക്കെയാണ് അതുള്ളത് എന്നൊക്കെയാണ്. അഥവാ കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷ സംരചനയെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, പാർട്ട് 2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.